ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ വലിയ നൊയമ്പിൻ്റെ 40-ാം വെള്ളിയാഴ്ചയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് പ്രലോഭനത്തിൽ വീഴാതിരിപ്പാൻ നാം ശ്രമിക്കണം. പാപം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് പലപ്പോഴും പ്രലോഭനങ്ങളിൽ കൂടിയാണ്. പ്രലോഭനങ്ങളെ അതിജീവിച്ചാൽ പാപത്തെ അതിജീവിച്ചു എന്നാണ്. ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യൻ തമ്മിൽ തല്ലുന്നവരായി, അല്ലെങ്കിൽ മനുഷ്യനായി കാണാതെ, ദൈവിക അംശമുള്ള മനുഷ്യനായി കാണാതെ, അവരുടെ സഹോദരനായി കാണാതെ തമ്മിൽ തല്ലുന്ന ഈ കാലഘട്ടത്തിൽ ആ പ്രലോഭനങ്ങളിൽ വീഴാതിരിപ്പാൻ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ കരുതുന്നവരായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രലോഭനങ്ങളിൽ വീഴാൻ ഏത് രൂപത്തിൽ കടന്നു വരുന്നു എന്ന് നാം അറിയുന്നില്ല. പ്രത്യേകിച്ച് പത്രോസ് എഴുതിയ ലേഖനത്തിൽ വളരെ ശക്തമായിട്ട് പത്രോസ് ശ്ലീഹ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. സാത്താൻ അലറുന്ന സിംഹം പോലെ അവൻ ഓടി നടക്കുക, അവൻ ആരെ വിഴുങ്ങുവാൻ വേണ്ടി നടക്കുക, അലറി നടക്കുകയാണ്. നാം ഈ പാപത്തിൽ വീഴാതിരിക്കുവാൻ, ഈ അലറുന്ന സിംഹത്തിന് മുമ്പിൽ, ഈ പ്രലോഭനങ്ങളിൽ വീഴാതിരിപ്പാൻ നാം മറ്റുള്ളവരെ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. മറ്റുള്ളവർ പാപത്തിൽ വീഴാതിരിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയാകണം. 40 ദിനരാത്രങ്ങളുടെ നൊയമ്പാകുന്ന പെട്ടകത്തിൽ നിന്ന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുക. നോഹയുടെ കാലത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. 40 പകലും 40 രാവിലും മഴ പെയ്തു. നോഹയും കുടുംബവും പെട്ടകത്തിനുള്ളിൽ കടന്നു. പുറത്ത് വലിയ പ്രളയം നടക്കും. ലയമില്ലാത്ത ആ നാളുകളിൽ പ്രാർത്ഥനയോടുകൂടി നോഹയും കുടുംബം 40 നാൾ പെട്ടകത്തിന് അകത്ത് കഴിഞ്ഞ നാളുകൾ. പ്രളയമെല്ലാം അവസാനിച്ച് നോഹ പെട്ടകത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു. ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാലഘട്ടം. ആ സമയത്ത് ഒരു കാക്കയെ നോഹ ആദ്യം അയക്കുന്നു. തുടർന്ന് ഒരു പ്രാവിനെയും അയക്കുന്നു. ഇവിടെ നൊയമ്പാകുന്ന പെട്ടകം തുറന്നത് ശേഷം മലിനത തേടിപ്പോകുന്ന മലങ്കാക്കയാണോ, അതോ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായി ആണോ നാം പുറത്തേക്ക് പോകുന്നത്? ഈ 40 നൊയമ്പ് നാളുകൾ കഴിയുമ്പോഴും 40 ദിനരാത്രങ്ങളുടെ നൊയമ്പ് അവസാനിക്കുമ്പോൾ നാം ഓരോരുത്തരും തിരിഞ്ഞു നോക്കണം. നാം ഏത് രീതിയിലാണ് ഈ നൊയമ്പ് കഴിഞ്ഞിട്ടുള്ള ജീവിതം? ആ മലിനത തേടി പോകുന്നവരായിട്ടാണോ, അതോ ആ പ്രാവിനെ പോലെ നല്ല ജീവിതം നയിക്കുന്നവരായി തീരുവാനാണോ നാം ആഗ്രഹിക്കുന്നത്? ഈ നല്ല ദിനരാത്രങ്ങളായി ജീവിക്കുമ്പോൾ ഈ നൊയമ്പ് നമുക്ക് അനുഗ്രഹമായി തീരും. ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. നൊയമ്പ് നമ്മുടെ ജീവിതത്തിൽ നല്ലതായി തീരുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ ചിന്തയിൽ നിർത്തട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.